എത്തി നോക്കുക, ഒളിഞ്ഞു നോക്കുക. ആരെ നോക്കുന്നത്? സെലിബ്രിറ്റീസ്, ഇൻഫ്ലുവൻസേഴ്സ്, വൈറൽ താരങ്ങളെ. ആരാ നോക്കുന്നത്? മാധ്യമങ്ങള്. പണ്ട് ഈ ഒരു ട്രെൻഡ്, ഫുൾ കവറേജ് ട്രെൻഡ് എയർപോർട്ട്സിലും ഇനോഗ്രേഷൻസിലും മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് അതാണോ സ്ഥിതി? അല്ല. ജനിച്ച സ്ഥലത്ത്, മരിച്ച സ്ഥലത്ത്, ബർത്ത്ഡേ കേക്ക് മുറിക്കുന്ന സ്ഥലത്ത്, കല്യാണം കഴിക്കുന്ന സ്ഥലത്ത്, എല്ലായിടത്തും ഈ പറഞ്ഞ പ്രസൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഫ്രീഡം ഓഫ് പ്രസ് അല്ലേ. ആർട്ടിക്കിൾ 19 സബ്സെക്ഷൻ 1A പ്രകാരം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ് അല്ലെ. പക്ഷെ അതൊരു അബ്സല്യൂട്ട് റൈറ്റ് ആണോ? അല്ല. റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും ഒരു അവകാശത്തിൽ. അതായത് പബ്ലിക് ഡീസൻസിയും മൊറാലിറ്റിയും മുൻനിർത്തിക്കൊണ്ട് ഈ പറഞ്ഞ അവകാശം യൂസ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഈ പറഞ്ഞ ക്ലിക്ക് ബൈറ്റ് സെൻസേഷന്റെ സമയത്ത്, സെൻസേഷൻ നടക്കുന്ന കാലത്ത് ഇതൊക്കെ ഒരു റെലവെന്റ് ആണോ? എവിടെയല്ലേ. രണ്ടാമത്, ഈ പറഞ്ഞ കുട്ടസ്വാമി ജഡ്ജ്മെന്റ്, അതായത് സുപ്രീം കോടതി വളരെ വൃത്തിയായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്ന മൗലികാവകാശമാണെന്നാണ് പറയുന്നത്. അതായത് ഒരാളുടെ സ്വകാര്യത അയാളുടെ മൗലികാവകാശമാണ്. അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞ മരിച്ച വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്കും ഈ പറഞ്ഞ സ്വകാര്യതയുണ്ട്. അത് അവരുടെ അവകാശമാണ്. അവരെ പബ്ലിക് എക്സ്പ്ലോയിറ്റേഷനോ കൊമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷനോ കൊണ്ടുവരാൻ പാടില്ല. മൂന്നാമത്, BNS ഉണ്ടല്ലോ, നമ്മുടെ ഭാരതീയ ന്യായ സംഹിത പറയുന്നത് ഈ പറഞ്ഞ വോയറിസം, ഒളിഞ്ഞുനോട്ടം ക്രിമിനൽ കുറ്റമാണെന്നാ പറയുന്നത്. നാലാമത്, കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക്സ് റെഗുലേഷൻ ആക്ട് ഉണ്ട് 1995. അതിന് വളരെ വൃത്തിയായിട്ട് അതിന്റെ കോഡിൽ പറയുന്നുണ്ട്, നിങ്ങൾ കമ്പാഷനേറ്റ് ആയിട്ട് ഈ പറഞ്ഞ ആളുകളോട്, ഒരു ട്രാജഡിയുടെ വിക്ടിംസിനോട് നിങ്ങൾ വളരെ കമ്പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ പെരുമാറും എന്നുള്ളത്. എന്ത് കമ്പാഷൻ അല്ലെ. അവിടെ എന്താ നോക്കുന്നത്? വൈറലാകാൻ പറ്റിയ എന്തൊക്കെ ക്ലിക്ക് ബൈറ്റ്സ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് നോക്കുന്നത്. ഇനി അഞ്ചാമതായിട്ട് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്താ പറയുന്നത്? സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻ ആണ്. ഒരാളുടെ പേഴ്സണൽ ഗ്രീഫിലേക്ക് അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇടപെടാൻ പാടില്ല എന്നുള്ളത്. ഇതൊക്കെയാണോ, ഈ കാര്യങ്ങളൊക്കെയാണോ ഇന്ന് നമ്മൾ നിലവിൽ കാണുന്നത്? അല്ല അല്ലെ. ഈ പറഞ്ഞ ജേർണലിസം എന്ന് പറഞ്ഞ് ഇൻഫോം ചെയ്യാന്നുള്ളതാണ് ഒരു നോബിൾ പ്രൊഫഷനാണ്, വാട്ട് എവർ ഇറ്റ് ഇസ്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് അൺഎത്തിക്കലായിട്ട്, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.